ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മീൻ തീൻ നിറച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് അയല തീൻ നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ അയല തീൻ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 വലിയ അയലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ഇത്ര വലുപ്പമുള്ളത് എടുക്കണ്ട കേട്ടോ. ചെറിയ ചെറിയ അതായത് ഏകദേശം ഒരു മീഡിയം സൈസുള്ള വലുപ്പം എടുക്കുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. എനിക്കിപ്പോൾ ഇന്ന് ഇതാണ് കിട്ടിയിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അയല നല്ലപോലെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു തേങ്ങയുടെ ചമ്മന്തി ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ അയലയുടെ ഈ ഒരു സൈഡ് ഭാഗം നീളത്തിലൊന്ന് കീറിട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളിലേക്ക് ആഴത്തിൽ ഇറക്കിയിട്ട് തന്നെ കീറിട്ട് കൊടുക്കാം. കാരണം നമുക്ക് ഇതിലേക്ക് നിറച്ച് കൊടുക്കാനുണ്ട് ഒരൈറ്റം ഒരു ചമ്മന്തി. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ തന്നെ രണ്ടും ഇതുപോലെ ചെയ്ത് കൊടുത്ത് നല്ലപോലെ വരയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല പുറമേ റെഡിയാക്കി കൊടുക്കാം. ഞാനിപ്പോൾ നോർമലായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ പുളിക്കാവശ്യമായിട്ടുള്ള കുറച്ച് പുളിനീര്, അതായത് പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലവർ വെളിച്ചെണ്ണ ചെറുനാരങ്ങ നീര് എടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അയലയിൽ 2 ഭാഗത്തും എല്ലാ സൈഡിലുമായിട്ട് മസാല നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് മൊത്തത്തിൽ എല്ലാ സൈഡുമായിട്ട് തേച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം, റെസ്റ്റ് വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നിറക്കാനുള്ള ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അരക്കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 3 പച്ചമുളകും പിന്നെ ഒരു 2 ചെറിയല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി കട്ട് ചെയ്തിട്ടും പിന്നെ ഒരു ചെറിയ വലുപ്പത്തിൽ പുളി കേട്ടോ, ഒരുപാട് കൂടണ്ട. പിന്നെ ഒരു 2 3 ചെറിയ ഉള്ളിയും പിന്നെ 1 2 തണ്ട് കറിവേപ്പില. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും മാത്രം ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. പിന്നെ ഒരു കാര്യം, ഈ ചമ്മന്തിയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ മീൻ എത്രത്തോളം എടുക്കുന്നോ മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മീൻ എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ചുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരു രീതിയിൽ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കരുത്, ഇത്രയും മതി. നോർമൽ നമ്മൾ ചമ്മന്തി റെഡിയാക്കുമല്ലോ അതുപോലെ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള മീനില്ല, അതിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ കീറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കുക കേട്ടോ. തേങ്ങയുടെ ആ ഒരു ചമ്മന്തി എത്രത്തോളം കൊള്ളുന്നോ അതിനനുസരിച്ച് നിറച്ച് കൊടുക്കുക. നല്ലപോലെ അങ്ങനെ ഇളകിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ നിന്നോളൂ അവിടെ. അങ്ങനെ ഇതുപോലെ നിറച്ചിട്ടുണ്ട്. 2 ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഞാൻ ഇതൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ അയല വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ മീൻ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ കേട്ടോ, തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ സൈസുള്ള മീൻ എടുക്കട്ടോ, കാരണം നമ്മൾ തേങ്ങയൊക്കെ നിറച്ച് കൊടുത്തതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടും ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് ഇത് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നോർമലി ഒരു മീഡിയം സൈസുള്ള വലുപ്പമുള്ളതാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു സൈഡ് ആകുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും റെഡി ആയതിനു ശേഷം ഞാൻ ഇതാ പാനിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. കണ്ടില്ല, ആ ഒരു ചമ്മന്തി ഒന്നും ഇളകിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ ചമ്മന്തി മീൻ പൊരിച്ചതൊക്കെ കുഴച്ച് കഴിക്കുമല്ലോ, കറികളൊന്നും ഇല്ലാതെ. അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അതിലൊക്കെ വാങ്ങുന്ന സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടം തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലി ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്